ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാസിക് കേരള PSC. LDC പരീക്ഷയ്ക്ക് ഇനി തയ്യാറെടുത്താൽ നമുക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി LD എക്സാമിന് ബാക്കിയുള്ളത്. അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ സിലബസ് അനുസരിച്ചുള്ള എല്ലാ ടോപ്പിക്കും ആഴത്തിൽ പഠിച്ചുള്ള ഒരു പഠനം ഉറപ്പായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ വളരെ കുറച്ച് ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ പഠിച്ച് എങ്ങനെ എക്സാമിന് വളരെ നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാം, അതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ആലോചിച്ച് നോക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് ദിവസം, ഏതാണ്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എല്ലാ സിലബസും മുഴുവനായിട്ട് നിങ്ങൾക്ക് വളരെ സ്മാർട്ടായിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ ഇന്ന് മുതൽ, നാളെ തൊട്ടല്ല ഇന്ന് മുതൽ തന്നെ ഫോളോ ചെയ്ത് LDC പരീക്ഷയ്ക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് PSC പഠിക്കാൻ നേരം എല്ലാവരും പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് തന്നെയാണ് കഴിഞ്ഞ 3 വർഷത്തെ. കാരണം PSCയുടെ ട്രെൻഡ് മാറി തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് 2021 തൊട്ടാണ്. ഓക്കെ, അപ്പോൾ 2021 മുതൽ 24 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ 2021-24 10ാം ക്ലാസ് നിലവാരമുള്ള LD നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാ ദിവസവും ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വെച്ച് വർക്ക് ചെയ്യുക. അപ്പോൾ PSC ആവർത്തിച്ച് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ ചോദിക്കുമെന്നല്ല പറയേണ്ടത്, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ മേഖലകൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന മേഖലകളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കേണ്ടത്? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ ഓരോ ചോദ്യങ്ങളും എടുക്കുക, ആ ചോദ്യത്തിൻ്റെ ഉത്തരം പഠിക്കുക, പിന്നെ ആ ചോദ്യം എവിടെ നിന്ന് വന്നോ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പഠിച്ചു വയ്ക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് നവോത്ഥാനത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പുസ്തകമാണ് ചോദിക്കുന്നതെങ്കിൽ, ശ്രീനാരായണ ഗുരു എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേരാണ് ചോദിക്കുന്നതെങ്കിൽ ശ്രീനാരായണ ഗുരു എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും പേര് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, ചട്ടമ്പി സ്വാമികൾ എഴുതിയ ഒരു പുസ്തകമാണ് ചോദിക്കുന്നതെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ പുസ്തകങ്ങളെല്ലാം നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കുക. അങ്ങനെ നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മേഖല കൂടി അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ സയൻസിൽ നിന്നൊരു ടോപ്പിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലുകളുടെ എണ്ണം, അല്ലെങ്കിൽ എല്ലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലുമായി ബന്ധപ്പെട്ട ബാക്കി ഫാക്റ്റ് കൂടി നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നു എന്നുള്ള റിലേറ്റഡ് ഫാക്റ്റ് കൂടി നോക്കി കൃത്യമായിട്ട് ഓരോ ദിവസവും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ പഠിക്കാം. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സിൻ്റെയും വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഉപയോഗിച്ച്, അല്ലെങ്കിൽ മറ്റു ചാനലുകളുടെ വീഡിയോ ഉപയോഗിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സും കൃത്യമായിട്ട് പഠിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ ബേസിക് ആയിട്ടുള്ള, PSCയുടെ അടിസ്ഥാനമായിട്ടുള്ള SCRT ആണ്. ഓക്കെ, അപ്പോൾ SCRTയിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സയൻസിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ സയൻസ് നമ്മൾ ബാക്കി പിന്നീട് പറയാം. ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ സിലബസിനകത്ത് ചരിത്രത്തിന് കൊടുത്തേക്കുന്നത് 5 മാർക്ക് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ലോക ചരിത്രവും ഇന്ത്യൻ ചരിത്രവും കേരള ചരിത്രവും ഒക്കെ ചേർത്ത് വെച്ച് 5 മാർക്കിന് മാത്രമാകുമ്പോൾ നിങ്ങളിത് ആഴത്തിൽ പഠിച്ച് ഒരുപാട് സമയം കളയേണ്ട കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ചരിത്രം പൂർണ്ണമായിട്ടും എവിടെ നിന്ന് പഠിക്കാം? SCRT ഫാക്റ്റ് പഠിക്കാം. SCRT ഫാക്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും ആകുമ്പോൾ ഹിസ്റ്ററി ഒരുപാട് കവറാവും. ചിലപ്പോൾ 5 മാർക്കിന് നിങ്ങൾക്ക് 3 മാർക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. ബാക്കി 2 മാർക്കിന് വേണ്ടി മുഴുവനും പഠിക്കുന്നത് ഒരു 90 ദിവസം കൊണ്ടൊന്നും നമുക്ക് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. ഓക്കെ, അപ്പോൾ SCRT ഉപയോഗിച്ച് നിങ്ങൾ ഏതൊക്കെ പഠിക്കാം? ഹിസ്റ്ററിയും ജോഗ്രഫിയും വളരെ തറവായിട്ട് പഠിക്കുക. ഹിസ്റ്ററിയിൽ ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും ഒക്കെ, ഹിസ്റ്ററിയും ജോഗ്രഫിയും നിങ്ങൾ SCRT ഉപയോഗിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും കൂടി 10 മാർക്കാണുള്ളത്. ഈ 10 മാർക്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വെറുതെ സമയം കളഞ്ഞ് നിങ്ങൾ ആ പഠിക്കുന്നത് മറന്നു പോകും. നിങ്ങൾക്ക് ആ പഠിച്ചത് കൊണ്ട് മാർക്കും കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റിനിൽ നിന്നും ഈ പറയുന്ന SCRTയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പഠിക്കാം. പിന്നെ വരുന്നത് പറഞ്ഞാൽ ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് ആണ്. ഈ എക്കണോമിക്സിൽ നിങ്ങൾ SCRT ഫാക്റ്റും പഠിക്കുക, അല്ലാതെ എക്കണോമിക്സ് സബ്ജക്റ്റ് വൈസും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഈ SCRT ഫാക്റ്റ് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം, ഏറ്റവും കുറവ് പഠിക്കാനുള്ള, ഏറ്റവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ ആദ്യം തീർക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ധനതത്വശാസ്ത്രം. ധനതത്വശാസ്ത്രത്തിൽ 5 മാർക്കാണുള്ളത്. പക്ഷേ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും അപേക്ഷിച്ച് ധനതത്വശാസ്ത്രത്തിൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ, എക്കണോമിക്സിൽ വളരെ കുറച്ചേ പഠിക്കാനുള്ളൂ. അപ്പോൾ എക്കണോമിക്സ് ആദ്യമേ തീർക്കുക. പിന്നെ ഇന്ത്യൻ ഭരണഘടന ഒരു ഹോട്ട് ടോപ്പിക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ ഭരണഘടന സ്ഥിരമായിട്ട് റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഒരു ചരിത്രത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്, ഒരുപാട് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടന പഠിക്കുക. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ഇതും വളരെ കുറവുള്ള ടോപ്പിക്കാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു തീർക്കുക. ഇനി വരുന്ന ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ. കമ്പ്യൂട്ടറിൽ നിന്ന് 3 മാർക്കുണ്ട്. അതും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ അതും എന്ത് പഠിക്കുക? ഈ പറയുന്ന ടോപ്പിക്ക് കൃത്യമായിട്ട് പഠിച്ച് തീർക്കാം. സുപ്രധാന നിയമങ്ങൾ 5 മാർക്കുണ്ട്. സുപ്രധാന നിയമങ്ങൾ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പഠിച്ചെടുക്കാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ പറഞ്ഞു, SCRTയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനും പഠിക്കുക, അല്ലാതെ ഇന്ത്യൻ ഭരണഘടന SCRTയിൽ നിന്നും പഠിക്കുക, അല്ലാതെയും കുറച്ച് കാര്യങ്ങൾ പഠിക്കുക. കേരളം ഭരണവും ഭരണ സംവിധാനവും പഠിക്കുക. ഓക്കെ,
ഇനി നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പറയുന്ന മലയാളം, ജനറൽ ഇംഗ്ലീഷ്, പ്രാദേശിക ഭാഷ, മാത്സ്. ഈ 3 ടോപ്പിക്കിൽ നിന്നും 10 മാർക്ക് വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മലയാളം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മലയാളത്തിലും ഇംഗ്ലീഷിലും മാത്സിലുമോട്ട് നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മലയാളത്തിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ചെയ്യുന്നുണ്ട്. മലയാളത്തിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടും ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളം നിങ്ങൾ ആ രീതിയിൽ തന്നെ ആഴത്തിൽ പഠിക്കുക. ഓക്കെ, GK പഠിക്കുന്ന അത്രയും എഫേർട്ട് കൊടുത്ത് തന്നെ മലയാളം പഠിക്കുക, ഇംഗ്ലീഷും പഠിക്കുക. ഇംഗ്ലീഷിൻ്റെയും വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ മാത്സിൽ നമ്മൾ മാത്സിൻ്റെ വീഡിയോ സീരീസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. PSC മാത്സ് എങ്ങനെ ഒരുപാട് ഇക്വേഷൻസ് ഒന്നും പഠിക്കാതെ ഓപ്ഷൻ നോക്കി ചെയ്യുന്ന രീതിയിൽ മാത്സ് നമ്മൾ വളരെ ഒരു സ്മാർട്ടായിട്ട് പഠിക്കുന്ന രീതിയിലുള്ള സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാത്സിൻ്റെ വീഡിയോസ് ഉറപ്പായിട്ട് നിങ്ങൾ കാണുക. ഓക്കെ, മാത്സിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ LDCക്ക് മുഴുവനായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ ഒരു വെയിറ്റേജ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. മാത്സിന് മാത്രം ലഘുഗണിതവും മാനസിക ശേഷിയും കൂട്ടിക്കഴിഞ്ഞാൽ മാത്രം 10 മാർക്കാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് ഈ പറയുന്ന സയൻസ് ആണ്. സയൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു, സയൻസ് പിന്നെ പറയാമെന്ന് പറഞ്ഞു. സയൻസിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് SCRT തന്നെയാണ്. SCRTയിൽ നിന്ന് സയൻസിൽ ഒരുപാട് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്ന വിഷയത്തിൽ മാത്രം നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? 6 മാർക്കുണ്ട്. അപ്പോൾ സയൻസിൽ എടുത്തു പറയേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം എന്ന് പറയുന്ന മേഖലയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ചെറിയ ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ വിറ്റാമിൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ, വിറ്റാമിനുകൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും LDCക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ 100% ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 2 or 3 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഷുവറാണ്. രോഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. രോഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 1 മാർക്ക് ഷുവറാണ്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ 2 or 3 മാർക്ക് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ബയോളജിയിൽ ഇതേ കണക്ക് പദ്ധതികളുണ്ട്. ഓക്കെ, ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. അപ്പോൾ ഈ ആരോഗ്യക്ഷേമ പദ്ധതികൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. SCRT ഫാക്ട്സ് പഠിച്ചു വയ്ക്കുക. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുക. കെമിസ്ട്രിക്കും ഫിസിക്സിനും എത്ര മാർക്ക് വെച്ചിട്ടുണ്ട്? കെമിസ്ട്രിക്കും ഫിസിക്സിനും നിങ്ങൾക്ക് 6 മാർക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് വരുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? എല്ലാ ദിവസവും നിങ്ങളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. എല്ലാ ദിവസവും SCRTയിൽ ഏതെങ്കിലും പാഠഭാഗങ്ങൾ തീർക്കണം. എല്ലാ ദിവസവും മലയാളം കുറച്ച്, എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുറച്ച്, എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് കുറച്ച് പഠിക്കണം. എല്ലാ ദിവസവും മാത്സിൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം. മാത്സിൽ മാത്രം, അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്സ് മാത്രം വർക്കൗട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ച് കറണ്ട് അഫയേഴ്സും, കുറച്ച് മലയാളവും, കുറച്ച് ഇംഗ്ലീഷും, കുറച്ച് മാത്സും, SCRTയും ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ആകുമ്പോൾ ഒരു ദിവസം തീർന്നു. അങ്ങനെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും വർക്ക് ചെയ്താൽ സ്മാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് LDCക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളാണ് മെയിൻ. ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറും SCRT, അതുപോലെ തന്നെ SCRTയിൽ സയൻസും ബാക്കി സയൻസും സോഷ്യൽ സയൻസും ആയിട്ടുള്ള വിഷയങ്ങൾ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറും SCRTയും പിന്നെ വരുന്ന ആൾക്കാരാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്. ഇങ്ങനെ തരംതിരിച്ച് ഈ 6 മേഖലകളിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് പറ്റും. സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സിനെ പറ്റി പറഞ്ഞില്ല. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോക്കി കറണ്ട് അഫയേഴ്സിന് മാത്രം 20 മാർക്കാണ്. കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ LDCയുടെ വിജയം തീരുമാനിക്കുന്നത് തന്നെ കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ വളരെ കാര്യമായിട്ട് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ LDC മെയിൻസിന് മനുഷ്യാവകാശ ചെയർമാൻ മാത്രം, ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ മാത്രം 2 തവണ ആവർത്തിച്ച ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഉറപ്പായിട്ടും പഠിക്കുക. ഇനി കറണ്ട് അഫയേഴ്സ് വാരി വലിച്ച് മൊത്തത്തിൽ പഠിക്കുന്നതിന് പകരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്ക് പഠിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് അവാർഡുകൾ പഠിക്കുക, പ്രധാനപ്പെട്ട നിയമങ്ങൾ പഠിക്കുക, നിയമനങ്ങൾ പഠിക്കുക. ഓക്കെ, ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, ആരാണ് വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ, അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ നിയമനങ്ങളും പഠിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പഠിക്കുക. അവാർഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഭാരതരത്ന, പത്മശ്രീ അങ്ങനത്തെ പുരസ്കാരങ്ങൾ വരും, സിനിമയിലെ അവാർഡുകൾ വരും, സാഹിത്യ പുരസ്കാരങ്ങൾ വരും. അപ്പോൾ അങ്ങനത്തെ എല്ലാ മേഖലകളിലുമുള്ള സ്ഥിരമായിട്ട് PSC ചോദിക്കുന്ന അവാർഡുകളെല്ലാം പഠിക്കുക. പിന്നെ ഇപ്പോൾ ഇലക്ഷൻ ആയതുകൊണ്ട് ലോക്സഭാ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൽ ഇപ്പോൾ ഒളിമ്പിക്സ് വന്നിട്ടുണ്ട്. ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് 2020 ഒളിമ്പിക്സ് കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഏഷ്യൻ ഗെയിംസ് പഠിക്കുക. ഏഷ്യൻ ഗെയിംസ് വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര, ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടി, ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും ഒക്കെ മെഡലുകൾ നേടിയ ഇന്ത്യക്കാർ ഏത് ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് നോക്കാം. പത്മശ്രീ പുരസ്കാരം പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഈ മേഖലയിൽ പത്മവിഭൂഷൺ കിട്ടിയ എല്ലാവരെയും നിങ്ങൾ പഠിക്കുക. പത്മശ്രീ പഠിക്കുമ്പോൾ പത്മശ്രീ ലഭിച്ച മലയാളികളെ ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കുക. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ പത്മശ്രീ ലഭിച്ചു അല്ലെങ്കിൽ പത്മ പുരസ്കാരം ലഭിച്ചിട്ട് മരിച്ച ആൾക്കാരുണ്ടല്ലോ, മരിച്ചുപോയ ആൾക്കാരെ പറ്റിയിട്ട് പത്മ പുരസ്കാരം ലഭിച്ചിട്ടില്ല, അവരെ പറ്റിയും ഉറപ്പായിട്ട് നോക്കി വെച്ചേക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെല്ലാം ഉറപ്പായിട്ട് നോക്കി വയ്ക്കുക. അങ്ങനെ ഈ പറയുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ വളരെ ആഴത്തിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് പഠിച്ചുകൊണ്ട്
കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റായിട്ട് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുവാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക, SCERT വളരെ വൃത്തിയായിട്ട് പഠിക്കുക, മലയാളത്തിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക, ഇംഗ്ലീഷിലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പഠിക്കുക, കറണ്ട് അഫയേഴ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മുഴുവനായിട്ടും പഠിക്കുക, പിന്നെ മാത്സ് പഠിക്കുക, മാത്സിലെ മെയിൻ ടോപ്പിക്സും അല്ലെങ്കിൽ മാത്സിലെ ബേസിക്സും. മാത്സിൽ പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ടോപ്പിക് വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, സയൻസിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് വീഡിയോസ് മുഴുവൻ ടോപ്പിക് വൈസും അല്ലാതെയൊക്കെ നമ്മൾ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. മലയാളവും ഇംഗ്ലീഷും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ വർക്കൗട്ട് ചെയ്യും. SCERT ഫാക്ട്സ് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട SCERT പാഠങ്ങളായിട്ടും അല്ലാതെ SCERT ഫാക്റ്റും ഒക്കെ ആയിട്ട്. SCERT ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ SCERT LDC വളരെ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം SCERTയിൽ വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മറ്റ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് LDC എക്സാമിന് നിങ്ങൾക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ വരുന്നത് അറിയാനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസിക് കേരള PSC.